ഇവന്മാർ അങ്ങനെ പല ആൾക്കാർ കടപ്പുറത്ത് വരുന്നതാണ്. പക്ഷേ യേശു സ്നേഹിച്ചിരുന്നൊരു ശിഷ്യനെ ആ ആളായ്മ കണ്ടപ്പോൾ, ആ തലയനൊക്കെ കണ്ടപ്പോൾ ആളെ മനസ്സിലായി. ഉടനെ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, ദാറ്റ് ഇസ് ലോർഡ്, അത് കർത്താവാണെന്ന് പറഞ്ഞു. ആർക്കും മനസ്സിലായില്ല, ആ സ്നേഹിച്ച ശിഷ്യനെ മനസ്സിലായില്ല. കർത്താവ് വന്നത് മനസ്സിലായില്ല. മക്കളെല്ലാം പൊട്ടന്മാരാണ്, ഉടമ്പടി എടുത്തിരിക്കുന്ന പാർട്ടിയാണ് എല്ലാവരും, പക്ഷെ പൊട്ടനാ. അതിനകത്ത് ഒരുത്തം പറഞ്ഞ് അവൻ്റെ നെഞ്ചത്ത് ചാരിക്കിടന്ന ആളാണ് അവസാന നിമിഷങ്ങളിൽ. കാരണം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവനുമാണ് അവൻ. ഇവൻ്റെ തലയനക്കങ്ങളും കൈ അനക്കങ്ങളും നിഴലാട്ടങ്ങളൊക്കെ അറിയാൻ പറ്റും. അവനിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ് എന്ന് പറഞ്ഞ് കേട്ടില്ല. 10 ദിവസം നോക്കുമ്പോൾ തനിക്ക് തുണിയില്ലാതിരിക്കുന്ന വെള്ളത്തെ അവൻ ചാടി പുറങ്കുപ്പായി എടുത്തിട്ടു ഒറ്റ ചാട്ടം വെള്ളത്തിലിട്ടു. ഈ കർത്താവിൻ്റെ പേര് കേട്ടതേ ഉള്ളൂ, അപ്പം തന്നെ അവൻ ചാടി. ആദ്യം ഞങ്ങൾ പണിക്ക് പോകണമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പോൾ ഇനി ഇവിടെ കരക്ക് നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കൈ കൊണ്ട് അധ്വാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയ പാർട്ടിയാണ്. പക്ഷേ ആ ഉടമ്പടി കാലമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ കാലമൊക്കെ അടയാളങ്ങളൊക്കെ തീർന്ന് ഈശോയും മരിച്ചു. ഈ ജീവിതത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്നാ ഉടമ്പടി, നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം. ആൾക്കാർ പറയത്തില്ലേ, നാട്ടുകാർ പറയണില്ലേ, എന്നാ പാർട്ടി, നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം. അതിപ്പോൾ പാർട്ടി മാത്രമല്ല, ആധ്യാത്മിക മേഖലയിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നിരാശ കയറിയിട്ട് പറയും, നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം. അതുമാണ് അപ്പോസ്തലന്മാരാണ് ഇത് ആദ്യം പറഞ്ഞത്. ഞാൻ പണിക്ക് പോകാൻ പോകണമെന്ന് പറയും, ഞാൻ പണിക്ക് പോകാൻ പോകണം. അപ്പോൾ പറയും, മറ്റുള്ള അണ്ണന്മാരും പറഞ്ഞു ഞങ്ങളും വരണമെന്ന് പറയും. എല്ലാം കൂടി കെട്ടിയെടുത്ത് പോയതാണ്, എല്ലാവരും കെട്ടിയെടുത്ത് പോയി. അങ്ങനെ കർത്താവിൻ്റെ രീതി വെച്ചാൽ കർത്താവിന് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാം നല്ലവണ്ണം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിക്ഷേപമുണ്ട്. കഴിഞ്ഞകാല കാലത്തിലെ കർത്താവിന് വേണ്ടി ഒത്തിരി സ്നേഹിച്ച് കൂടെ നടന്ന് ജോലി ചെയ്ത ആൾക്കാരാണ്. ഒരുത്തൻ കർത്താവിന് വേണ്ടി വെട്ടിയ ആളാണ് പത്രോസ്. ശത്രുക്കളുടെ നിന്ന് കർത്താവിനെ രക്ഷിക്കാൻ വെട്ടിയ ആളാണ്. ആൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. യോഹന്നാനാണെങ്കിൽ കർത്താവിന് സമരിയക്കാരുടെ വഴിയെ കൂടി കർത്താവ് പോകണമെന്ന് പറഞ്ഞപ്പോൾ സമരിയക്കാർ പറഞ്ഞു, നിൻ്റെയൊക്കെ കൈയും കാലും പെട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കർത്താവിനോട് തിരിച്ചൊന്നും പറഞ്ഞ്, നീ ദൈവപുത്രനാണ്, അധികാരമുണ്ട്, പക്ഷെ പ്രയോജനമില്ല. ഇവന്മാരുടെയൊക്കെ പെടലെടുക്കേണ്ടതാണ്, ആ അധികാരം ഇങ്ങോട്ട് ആകാശത്ത് തീ എന്ത് ഇറക്കണം ഞാൻ കാണിച്ചു തരാം. ഇവന്മാർ ഇന്ന് സംസാരിച്ചാലും നാളെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് സമരിയക്കാരുടെ ഇതിൽ കർത്താവിന് വേണ്ടി വീമ്പിളച്ച് ചെയ്യുന്ന ആളാണ് യോഹന്നാൻ. ഈ രണ്ട് കാര്യവും കർത്താവ് വഴക്കിട്ടെങ്കിലും കർത്താവിന് മനസ്സിലതുണ്ട്. അതാണ് വിഷയം. നമ്മൾക്കൊരു കാലത്തെ പ്രാർത്ഥനയിലൊക്കെ വന്ന് വീഴ്ചയൊക്കെ വന്നെങ്കിലും കർത്താവിൻ്റെ ശാസനം കിട്ടിയാലും നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം മറക്കത്തില്ല ഒരിക്കലും. അതാ വീണ്ടും ആ രണ്ട് കക്ഷികൾ വന്നില്ലേ, യോഹന്നാനും പത്രോസും. പണ്ട് ഈ രണ്ട് കക്ഷികളാണ് കർത്താവിൻ്റെ ജീവന് വേണ്ടി പോരാടിയ രണ്ട് കക്ഷികളാണ്. അപ്പോൾ യോഹന്നാൻ ആണ് കണ്ടെത്തി പറഞ്ഞത് അത് കർത്താവാണെന്ന്. അപ്പം തന്നെ പത്രോസ് എടുത്തു ചാടി. അപ്പോൾ യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതിയിരിക്കുകയാണ്. എന്താ പറയണത്? അവൻ എടുത്തു ചാടി, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് താക്കോല് പോയി. അവൻ താക്കോൽ അടിച്ച് മാറ്റി വന്നു. എന്താ കാര്യം? അവൻ എടുത്തു ചാടി. പിന്നെ ഉടനെ ബൈബിൾ പറയണം, എന്നാൽ മറ്റു ശിഷ്യന്മാർ വള്ളത്തിൽ തന്നെ ഇരുന്ന് മീനും കൊണ്ട് പോകുന്നതെന്നാണ് പറയണം. അപ്പോൾ എന്നാലെന്ന് ചേർക്കേണ്ട കാര്യം ഇല്ല ഇവിടെ. പക്ഷെ അവൻ എടുത്തു ചാടിയതിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് എന്നാലെന്ന് പറയണത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ, ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യണതല്ലേ. അപ്പം അതിൻ്റെ ഒരു എടുത്തുചാട്ടമുണ്ട്, ഓർത്തേക്കണം. ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിന് സ്പീഡ് ഉണ്ടാകത്തില്ല. ഇപ്പം എന്നാ പറ്റി? പുറത്ത് അടുത്ത് വന്നപ്പോൾ ഇവന്മാർ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണല്ലോ മീൻ പിടിക്കാൻ പോയത്. ഇവന്മാർ അധ്വാനിക്കാത്ത മീൻ കർത്താവ് ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവവിളിയുടെ ഒരു ഭാഗമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞ്, നീയൊക്കെ മീനില്ല ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞല്ലേ പോയത്. പണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കിയ ആളാണ്. പണ്ട് ഭക്ഷണം കൊണ്ട് സമരക്കാരോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ട് വന്ന കക്ഷികളാണ്. അത് പത്രോസ് പറഞ്ഞു, ഗുരു ഭക്ഷിച്ചാലും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം പത്രോസ് പറഞ്ഞു, നമ്മൾ പോയ സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിൽക്കുന്നതിന് പകരം ഇവരൊന്ന് ചാടി നോക്കിയതാണ്. പക്ഷേ ഇവരെ പോയി വിളിച്ചതിൻ്റെ കാരണം ഇവിടെ പഴയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് പണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം വിസ്മരിക്കത്തില്ല. അതെപ്പോഴും ഓർക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഞാനൊക്കെ ഓർക്കും. ഞാനിപ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്താ പ്രത്യക്ഷപ്പെടാൻ കാര്യം? എനിക്ക് പണ്ടൊരു അസുഖം ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും പോയി വണക്കം വായിച്ചു കൊടുക്കും. അസുഖമില്ല, കാര്യം അന്ന് എല്ലാവർക്കും അക്ഷരം അറിയാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിലേ. അപ്പം ഞാനന്ന്
10ാം ക്ലാസ് പാസ്സായി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ജീവിതകാലത്ത് മെയ് മാസം വണക്കം വരുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയി വണക്കം വായിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിച്ചിട്ട് അടുത്ത വീട്ടിൽ പോകും വണക്കം വായിക്കാൻ വേണ്ടി. അപ്പോൾ രാത്രി 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ഓരോ വീട്ടിൽ പോയിരുന്നുകൊണ്ട് വണക്കം വായിച്ചു കൊടുക്കും. ഇത് നിക്ഷേപമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ആ പഴയ അക്കൗണ്ടിൽ നിന്നുള്ള സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യണ ഒരു കാര്യവും പാഴായി പോകത്തില്ല. നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിക്ഷേപമാണ്. ഒരു ടൈം ആകുമ്പോൾ ആ സാധനം എല്ലാം എടുക്കും ദൈവം. യോഹന്നാനും പത്രോസിനും നല്ല നിക്ഷേപമുള്ള ആൾക്കാരാണ്. പക്ഷേ പത്രോസിന് ഇമ്മിണി കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് പത്രോസിനോട് തന്നെ ചോദിക്കും, നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതാണ് സംഭവം. ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ പത്രോസിന് ആടുകളെ മേയ്ക്കാൻ അധികാരം കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ അധികാരത്തിലാണെന്നുള്ള യോഹന്നാൻ കേൾക്കണം. യോഹന്നാന് കൊടുത്ത പാരപ്പണിയാണത്. യോഹന്നാൻ അവിടെ തന്നെ ഇരുന്നില്ലേ? കാര്യങ്ങളൊക്കെ അറിയാം. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല, എടുത്തേടാൻ പഠിക്കണം. അതാണ് താത്വിക പ്രബോധകരും താത്വിക അറിവുള്ളവരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. താത്വിക പ്രബോധകർക്കും പ്രബോധനമായ പ്രൊഫസർമാർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഒരു വള്ളത്തന്നെ ഇരിക്കത്തുള്ളൂ, ഇറങ്ങത്തില്ല. പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? കർത്താവ് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങും, അവൻ താക്കോൽ കൊണ്ട് പോകും. ഇത് ബൈബിളിലെ ഒരു ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ചാടി കർത്താവാണെന്ന് കേട്ടാൽ ചാടാൻ കഴിയണം. അതാണ് ഉടമ്പടിയുടെ ഒരു പവർ. എന്നിട്ട് ചാടിക്കഴിയുമ്പോൾ കർത്താവ് പറയും, യോഹന്നാനോട് പറയും, യോഹന്നാന് കിട്ടേണ്ട സംഭവമാണ് ഇതെല്ലാം. ആടുകളെ മേയ്ക്കണ കാര്യമൊക്കെ യോഹന്നാന് കിട്ടേണ്ടതാണ്. കിട്ടത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കാര്യം യോഹന്നാനാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് യോഹന്നാനാണ്. അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളാണ്. പക്ഷേ അവസാനത്തെ സ്കോറിന് 50 മാർക്കുണ്ടായിരുന്നു. അത് യോഹന്നാൻ അറിയാൻ പറ്റില്ലായിരുന്നു. യോഹന്നാൻ ആ അവസാനത്തെ ചോദ്യത്തിന് അവസാനത്തെ ക്വസ്റ്റ്യന് ട്രയലിൽ 50 മാർക്കാണ്. ആ സാധനം പത്രോസിന് കിട്ടിയപ്പോൾ 10 മാർക്ക് യോഹന്നാനൊക്കെ കൂടുതലായി പോയി പത്രോസിന്. എന്തുകൊണ്ടാണ് പത്രോസിന് അധികാരം കൊടുത്തതെന്ന് യോഹന്നാനോട് പറയാതെ പറയണതാണ്, നീ ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ഉടമ്പടിയുടെ സ്നേഹക്കാലം എന്ന് പറയുന്നത്. പിടിയിടിയാ, ഉടമ്പടിയിൽ ഒരു അനക്കം ഉണ്ടാകത്തില്ല. നമ്മൾ വേലയെടുത്താൽ നമ്മൾക്ക് ജീവിക്കാൻ പറഞ്ഞ രീതിയിൽ ആ ശിഷ്യന്മാർ ആയിപ്പോകും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചില ആൾക്കാർ മറന്നു പോകും. പക്ഷേ ആരെങ്കിലും നമ്മളെ ഉടമ്പടി ഓർപ്പിച്ചാൽ അപ്പം പഴയ വർദ്ധിച്ച വീര്യത്തോട് നമ്മളെ വീണ്ടും ചാടിക്കഴിഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ കാലമാണ്. എല്ലാവരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന കാലം. അപ്പോൾ എല്ലാവരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഉടമ്പടിയുടെ ഒരു നിബന്ധന ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാപിറ്റൽ വെളിപാടാണ്. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. അത് ആ ദൈവം തന്നെയാണ് പിന്നീട് വചനം മാസമായി കഴിയുമ്പോഴും ആ നിബന്ധനകൾക്ക് മാറ്റമില്ല. എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും, എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ നിബന്ധനകൾക്ക് പിന്നെ മാറ്റമില്ല. പത്രോസിലേക്ക് വരുമ്പോൾ പറയും, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ പത്രോസ് പറയും, യു നോ ഇറ്റ് എന്ന് പറയും. എന്താണ്? നിനക്കത് അറിയാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് വിഷമമാണെന്ന് പറയും. അതാണ് പത്രോസ് പറയണത്. കാര്യം കർത്താവ് കാണിച്ച ഒരു വല്ലാത്ത ഒരു പണിയുണ്ട്. കാര്യം കർത്താവിൻ്റെ കയ്യെ വിലങ്ങ് വീണപ്പോൾ പത്രോസ് വാളൂരി ആ 200 പേരാണ് പന്തങ്ങളും വിളക്കുകളും ആയിട്ട് നിൽക്കണത്. പത്രോസ് ഒറ്റക്ക്. എന്നിട്ടും കർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശത്രുപാളയത്തിൽ വെട്ടിയവനാണ് പത്രോസ്. അപ്പോഴാണ് പത്രോസിനോട് പറയണത് വാൾ ഉറയിലിടാൻ പറയണത്. അപ്പോൾ അത് കേട്ടോടുകൂടി പത്രോസ് വാൾ ഉറയിലിട്ട് വചനം പാലിച്ചു. അവൻ പറയണ പോലെ ചെയ്ത്. അതാണ് ഉടമ്പടി എന്ന് പറയണത്. പത്രോസിൻ്റെ ഉടമ്പടിയാണ് ഏറ്റവും ബെസ്റ്റ് ഉടമ്പടി സ്നേഹത്തിൻ്റെ കാലത്ത്. അപ്പോൾ വെട്ടുകൊണ്ട് മൽക്കസിൻ്റെ ചെവി ഛേദിച്ച് പോയി കഴിഞ്ഞപ്പോൾ പ്രധാന ഭൃത്യൻ്റെ പരിചാരകൻ്റെ ചെവി ഛേദിച്ചു. പിന്നെ അവർ പത്രോസിനെ പഴം നുറുക്കണ പോലെ നുറുക്കുമെന്ന് പത്രോസിന് അറിയാം. തനിക്ക് അപകടങ്ങളാണ്, ഈ ഉടമ്പടിയുടെ പേരിൽ തനിക്ക് വരാൻ പോണ ത്യാഗങ്ങളാണെന്നറിയാം. എന്നിട്ടും അവൻ പറഞ്ഞതല്ലേ വാളുറയിലിടാൻ. അതുകൊണ്ട് പത്രോസ് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അതാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്യുക. നമ്മുടെ തല പോകുന്നത് കണ്ടാലും അവൻ പറയണ പോലെ ചെയ്യും. അങ്ങനെ പത്രോസ് വാൾ ഉറയിട്ടിട്ട്, ഇനി എനിക്കിവിടെ റൈറ്റില്ല, എനിക്കിവിടെ പാങ്ങില്ല, ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാര്യം കർത്താവ് വരെ ശത്രുവായ പാളയത്തിൽ കൂടിയിരിക്കുകയാണ്. കാര്യം അവരുടെ ആ ചെവി, പത്രോസ് വെട്ടിയ ചെവി, കർത്താവ് ഛേദിച്ച ചെവി കർത്താവ് എടുത്ത് വെച്ച് കൊടുത്തില്ലേ, അത് പുറത്തില്ലേ. അപ്പം കർത്താവിന് മുമ്പ് അവരുടെ മുമ്പിൽ കർത്താവിനൊരു പിടിയായി. പാവപ്പെട്ട കർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെട്ടി അവൻ പ്രതിയുമായി.
എന്നിട്ടും ഈ മനുഷ്യൻ കർത്താവിനെ വിടത്തില്ല. ഈ ഉടമ്പടി പാലിക്കുന്നവൻ ആ ഉടമ്പടി പ്രകാരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്നൊരു മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലൂടെയാണ് എൻ്റെ ജീവിതം പോകണമെന്നുണ്ടെങ്കിലും നീ തന്നെ ഒരു ദിവസം എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയാതെ നിൻ്റെ പുറകെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ പറയും അകലെ കൂടി അവൻ കർത്താവിനെ അനുഗമിച്ചെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അകലെ കൂടി. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്ക 22:54. ലൂക്ക 22:54. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതാണ് സംഭവം. എന്നിട്ട് ഇത്രയും കർത്താവിനാൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ്. കർത്താവിൻ്റെ ജീവന് വേണ്ടി നിന്നു, സഭയ്ക്ക് വേണ്ടി നിന്നു, ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവവിശ്വാസത്തിന് വേണ്ടി നിന്നു. പക്ഷെ നിനക്ക് കിട്ടിയത് എന്താ? നിനക്ക് കിട്ടിയത് ഒഴിവാക്കലും തള്ളിപ്പറച്ചിലുമാണ്. എന്നിട്ട് നീ ദൈവത്തെ വിടാതെ പത്രോസിനെ പോലെ കർത്താവിനെ അനുഗമിക്കണമെന്നുള്ള ബോധത്തിന് കർത്താവിൻ്റെ കണ്ണും വെട്ടത്തുണ്ടാകും. പത്രോസിനെ തള്ളിപ്പറഞ്ഞത് ആരാണ്? നിൻ്റെ വാളുറയിലിട്, വാളെടുക്കുന്ന വാളായി നശിക്കുന്ന പറഞ്ഞ ആരോടാണ്? പത്രോസിനെ തള്ളിപ്പറഞ്ഞ കർത്താവല്ലേ. അവനെ തള്ളിപ്പറഞ്ഞിട്ടും പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. പാവപ്പെട്ടവൻ നിരായുധനായി, അവൻ്റെ ജീവിതം അപകടത്തിലാണ്. കർത്താവ് പറഞ്ഞ പോലെ കേട്ടിട്ട് വാളും ഉറയിലിട്ടിട്ട് അവൻ കൊല്ലട്ടെ, എന്നാലും എൻ്റെ കർത്താവിൻ്റെ കൺവെട്ടത്തൊന്ന് ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ്. അവനെ വിളിക്കും കർത്താവ് അവസാനം. അവസാനം കണക്ക് തീർക്കാൻ വേണ്ടി വിളിക്കും. എന്നിട്ട് ചോദിക്കണം എന്താണ്? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉണ്ടെന്ന് കർത്താവിനറിയാം. യോഹന്നാൻ ബാക്റ്റായി പോണ അവിടെ വെച്ചാൽ കർത്താവാണെന്ന് കണ്ടിട്ടും വളർത്തതിനെ ഇരുന്ന് കക്ഷി. കർത്താവല്ലേ, നമുക്കറിയാം, ചെന്നാൽ മതിയല്ല എന്ന് പറയും. ഉടമ്പടിയല്ലേ, ചെയ്താൽ മതിയല്ല. അതാണ് സംഭവം. അതാണ് യോഹന്നാൻ. പക്ഷേ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഉടമ്പടിയല്ലേ, നമുക്കറിയാം, ചെയ്താൽ മതിയല്ല. കർത്താവല്ലേ, നമുക്കറിയാം, ചെന്നാൽ മതിയല്ല. ഈ ഒരു നിലപാടിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ചാടണം. ഒന്നും കിട്ടില്ലെങ്കിലും ചാടണം. എന്തിനാണ്? കർത്താവിന് വേണ്ടി പറന്ന് വെട്ടി പ്രവർത്തിക്കണം. എന്നിട്ട് അത് കർത്താവാണെന്ന് അറിയുന്ന അങ്ങനെ ഒത്തിരി പേര് സഭയിലുണ്ട്. നിങ്ങൾക്ക് ചില 10 അറിവൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എന്താ നിങ്ങൾക്ക് ഉള്ളത്? സ്നേഹം ഉണ്ടായാൽ മതി. അറിവല്ല പ്രധാനം, സ്നേഹമാണ് പ്രധാനം. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ പറയണ പോലെ ചെയ്യും.